വിജേഷ്ടിതം ലക്ഷയാമഹ കന്യായാः കുലദൂഷണം അനപായിഭിരസ്മാഭിർഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ കന്യായാ ദൂഷണം പുംഭിः ദുഷ്പ്രേക്ഷായാ ന വിദ്മഹേ തദപ്രവ്യഥിതോ ബാണോ ദുഹിതു ശ്രുതദൂഷണഃ ത്വരിതകന്യകാകാരം പ്രാപ്തോ ദ്രാക്ഷീദ്യദൂദ്വഹം കാമാത്മജം തം ഭുവനൈകസുന്ദരം ശ്യാമം വിശങ്കാംബരമംബുജേക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്യുഷാസ്മിതാവലോകേന ച മണ്ഡിതാനനം ദിവ്യന്തമക്ഷൈः പ്രിയാഭിനിർമ്മണയാ തദംഗസംഗസ്തനകുങ്കുമസ്രജം ബാഹുർദധാനമധുമല്ലികാശ്രിതം തസ്യാഗ്രാസീനമവേക്ഷ്യ വിസ്മിതഃ സ തം പ്രവിഷ്ടം മൃതമാദതായിഭിः ഭടൈരനീകൈരവലോക്യമാധവः ഉദ്യമൗർവം പരിഘം വ്യവസ്ഥിതോ യഥാന്തകോ ദണ്ഡധരോ ജിഘാംസയാ ജിഘൃക്ഷയാ താൻ പരിതപ്രസൃപ്തഃ ശുനോ യഥാ സൂകരയൂഥപോഹനൽ തേ ഹന്യമാനഭവനാൽ വിനിർഗതാ നിർഭിന്നമൂർധോരുഭുജാഃ പ്രതുദ്രുവുഃ തം നാഗപാശൈർബലിനന്ദനോ ബലിഘ്നന്ദം സ്വസൈന്യകുപിതോ ബബന്ധഃ ഊഷാഭൃശം ശോകവിഷാദവിഹ്വലാ ബദ്ധം നിശാമ്യാശുകലാക്ഷ്യരൗദിഷീൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിഷഷ്ടിതമോऽധ്യായഃ ശ്രീശുക ഉവാച അപശ്യതാം ച അനിരുദ്ധന്തൽ ബന്ധൂനാം ച ഭാരത ചത്വാരോ വാർഷികമാസാ വിധീയുരനുശോചത നാരദത്തതുപാകർണ്യവാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയുശോണിതവരം വൃഷ്ണേ കൃഷ്ണദേവതാഃ പ്രദ്യുമ്നോ യുധാനശ്ചഗത സാംബോധസാരണഃ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണാനുവർത്തിനഃ അക്ഷൗഹിണീഭിർദ്വാദശഭിസമേതാ സർവതോദിശം രുരുധൂർബാണനഗരസമന്താൽ സാത്വതരിഷഭാഃ ഭജ്യമാനപുരോദ്യാനപ്രാകാരാട്ടാളഗോപുരം പ്രേക്ഷമാണോരുഷാവിഷ്ടസ്തുല്യസൈന്യോഭിനിര്യയൗ ബാണാർത്ഥ്യ ഭഗവാൻ രുദ്രഃ സസുതൈഃ സ്പ്രമഥൈർവൃത ആരുഹ്യ നന്ദി വൃഷഭംയൂഥേ രാമകൃഷ്ണയോः ആസീൽ സുതുമുലം യുദ്ധമത്ഭുതം രോമഹരിഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരഭി കുംഭാണ്ഡകൂപകർണാഭ്യം ബലേന സഹ സംയുഗ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേഃ ബ്രഹ്മാദയസുരാധീശമനയ സിദ്ധചാരണാഃ ഗന്ധർവാപ്സരസോ യക്ഷവിമാനൈർദ്രഷ്ടുമാഗമൻ ശങ്കരാനുചരാൻ ശൗരിർഭൂതപ്രമഥഗുഹ്യകാൻ ഡാഗിനീര്യാതുധാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈഃ ശരൈഃ ശാർംഗധനുശ്ചുതൈഃ പൃഥക് വിധാനി പ്രായുങ്താത്പിനാക്യസ്ത്രാണി ശാർങ്കിണേ പ്രത്യസ്ത്രൈഃ ശമയാമാസ ശാർംഗപാണിരവിസ്മിതഃ ബ്രഹ്മാസ്ത്രസ്യ ബ്രഹ്മാസ്ത്രമായവ്യസ്യ പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച മോഹയിത്വാതു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പ്രതനാം ശൗരിഃ ജഘാനാസികതേഷുഭി സ്കന്ദപ്രദ്യുമ്ന ബാണൗഖൈരദ്യമാനസമന്തതഃ അസൃഗ് വിമുഞ്ജൻഗാത്രേഭ്യഃ ശിഖിനാപാക്രമരണാൽ കുംഭാണ്ഡകൂപകർണശ്ച പേതതുർമുസലാർദ്ദിതൗ ദുദ്രൂസ്തതനീകാനി ഹതനാഥാനി വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമരിഷണഃ കൃഷ്ണമഭ്യദ്രവൽ സംഖ്യരഥി ത്വൈവ സാത്യകിം ധനൂംഷ്യാകൃഷ്യ യുഗവൽബാണപഞ്ചശതാനി വൈ ഏകൈകസ്മിൻശരൗദ്വൗ സന്തധേ രണദുർമദഃ താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗബദ്ധരിഃ സാരഥിം രഥമശ്വാംശ ഹത്വ ശംഖമപൂരയൽ തന്മാതാ കോടരാ നാമനഗ്നമുക്ത ശിരോരുഹ പുരോവതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണാരിരക്ഷയാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എവിടെ ഇരുന്നിട്ടായാലും എന്ത് ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെ ഇടയിലായാലും വിരോധമില്ല. മനസ്സുകൊണ്ട് ഭഗവാനാ കൃഷ്ണനെ ഭഗവാനേ അവിടെ നിന്നല്ലാതെ ആരും ആശ്രയമില്ലേ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ഭക്തനെ എല്ലാ കഷ്ടപ്പാടത്തും ദുരിതങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന മഹാപ്രഭോ ഞങ്ങൾ നമസ്കരിക്കണേ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ പറഞ്ഞവർ ആ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഭഗവാനെ വിളിച്ച് കരയായിരുന്നു. ആ രക്ഷിതാവായ ഭഗവാനെ കണ്ടില്ലേ? എല്ലാവരും ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഒരു നിലയ്ക്ക് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. കാരണം ഞങ്ങൾ പണത്തിൻ്റെ മേൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടന്നവരാ. നല്ല അധികാരവും സ്ഥാനമാനവും പണമൊക്കെ ഉണ്ടായിപ്പോൾ നാമം ജപിക്കാനോ ഭഗവാന്റെ കഥ കേൾക്കാനോ സത്സംഗത്തിനൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യം ഉണ്ടായില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്കെന്ന്. ഞങ്ങൾക്ക് സാമാന്യം കഴിഞ്ഞുകൂടാൻ വഴിയുണ്ട്, പിന്നെ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എന്ന് ഒരു കൂട്ടം വിചാരമായിരുന്നു. എപ്പോഴാണ് ഞങ്ങൾക്ക് ഭഗവാന്റെ വിചാരം വന്നതെന്നറിയോ? ഈ ജരാസന്ധൻ ഞങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഞങ്ങളെ ജയിലിട്ട് ഇടിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ പണവും അധികാരവും സ്ഥാനവും ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലായില്ലോ. അപ്പോഴാണ് നമുക്കും തോന്നുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ
നമ്മുടെ മിടുക്കും സാമർഥ്യമൊന്നും നമ്മളെ രക്ഷിക്കാൻ പോരാന്ന് തോന്നണം. എല്ലാം ഉള്ളപ്പോൾ തോന്നില്ല. അപ്പോഴാണ് അതുകൊണ്ട് ഇവനെ ഞങ്ങളെങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഭഗവാനെ ഭജിക്കാൻ തോന്നിയത്. ആ ഭഗവാനെ ഭജിച്ച് ഇപ്പം എന്തായി? ഞങ്ങൾക്ക് ഈ രാജ്യവും ഭോഗങ്ങളൊക്കെ നശ്വരങ്ങളും സ്വപ്ന സമാനമാണെന്ന് ബോധ്യം വന്നു. ഒന്നിലും ഇച്ഛയില്ലാണ്ടായിന്ന്. അത് വലിയൊരു കാര്യമല്ലേ? അതെൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രാജ്യം ഭരിച്ചുവെങ്കിൽ ഇനി കുറച്ചു കാലം എനിക്ക് വേണ്ടി എല്ലാ കർമ്മവും എന്നിൽ സമർപ്പിച്ച് രാജ്യം ഭരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അവരെ തിരിച്ചയച്ചു. ആ യാദവസൂയത്തിനൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പോയി. പിന്നീട് അങ്ങനെ തിരിച്ചു വന്നു, എല്ലാവരെയും ജയിച്ചു. എത്രയെത്ര മഹർഷിമാരാ രാജസൂയത്തിൽ പങ്കെടുക്കാൻ വന്നത്. സ്വയം ഓരോരുത്തരും ഭഗവാൻ അവിടെ ഉണ്ടല്ലോ. മഹർഷിമാർ, ഭക്തന്മാർ, ഭീഷ്മര്, ദ്രോണര്, കർണൻ, ശല്യർ എല്ലാവരും ഉണ്ട്. കൗരവന്മാരൊക്കെ ഉണ്ട്. രാഷ്ട്രനൊഴിച്ച് എല്ലാവരും ഉണ്ട്. എല്ലാവരും ആദ്യവസാനമാണ്. ഭഗവാനാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണേ. കാരണം ഈ രാജസൂയത്തിൻ്റെ ഉത്തരവാദിത്വം ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ ഭക്തൻ. ഭഗവാനെ ഏൽപ്പിച്ചാൽ എന്തെങ്കിലും ഭംഗിയാവാണ്ടിരിക്കുമോ? നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അയ്യോ ശരിയാവോ എന്ന്. ഭഗവാനാണ് നടത്തണമെങ്കിലോ ഒന്നിനൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പൂർണ്ണ സമർപ്പണം ചെയ്തിരിക്കുക ഭക്തൻ. എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീകൃഷ്ണൻ്റെ. വരുന്ന ഭക്തൻ മഹാത്മാക്കളെ കാലുകഴിച്ച് പാദപൂജയെ സ്വീകരിക്കാൻ പോകുന്നു കൃഷ്ണൻ. അപ്പോഴേക്കും അവിടെ യാഗത്തിൽ ഹോമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തോ മന്ത്രം മറന്നു അപ്പോഴേക്കും കൃഷ്ണൻ ഓടിച്ചെന്നു ആ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് ചില ആൾക്കാർ യാത്ര പറഞ്ഞ് വരാൻ പോകണം. അപ്പോഴേക്കും അവിടെ ഭഗവാനെ കാണാൻ വേണ്ടി വലിയ ആൾക്കാർ കാത്തു നിൽക്കുന്നു. ഉടനെ അവിടെ പോയി സിംഹാസനത്തിന്നു. അവരുടെ കുശലം ഏതൊക്കെയാണ്. അപ്പോഴേക്കും ഇത് അവിടെ ഊണ് വിളമ്പ് എത്തിയിട്ടില്ല അത്രേ. ഉടനെ കൃഷ്ണൻ വീലും മരിശ്ശേരിയൊക്കെ എടുത്തുകൊണ്ട് വിളമ്പാൻ. അത് കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ പന്തിയിൽ ഊണ് കഴിഞ്ഞ് പോയി ആൾക്കാരെ ഇല എടുക്കാനില്ല അത്രേ. ആൾക്കാർ തിരക്കി കാത്തു നിൽക്കുക. ഉടനെ കൃഷ്ണൻ അവിടെ പോയി മഞ്ഞപ്പൊട്ട് മടക്കി കൂട്ടിക്കൊണ്ട് ആ ഇലയൊക്കെ എടുക്കുക. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുക. എന്താ നമ്മൾ ചെയ്യും ഇങ്ങനെയൊക്കെ? ഒരു പണിയും ചെയ്യാൻ അറയ്ക്കാൻ പാടില്ല. ഒക്കെ ഭഗവാന്റെ പണിയെന്ന് മനസ്സിലായോ? കൃഷ്ണൻ ഇത് ഗീതയിൽ പറയാൻ പോണ്ട്. കൃഷ്ണൻ ഗീതയിൽ ഉപദേശിക്കല്ല, സ്വയം ചെയ്ത് കാണിക്കുക ആൾ ഉണ്ടോ? ഇങ്ങനെ എന്താ ഭഗവാന്റെ ഒരു സാന്നിധ്യം. ഈ യാഗം മോശമാക്കാൻ വേണ്ടി പഠിച്ച പണി 18 ചെയ്ത് നോക്കി. ആര്? നമ്മുടെ ദുര്യോധനൻ. ഭഗവാൻ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചാവും അവർക്ക് ഉത്തരവാദിത്വം കൊടുത്തതേ. ദഖണ്ഡത്തിൻ്റെ ഉത്തരവാദിത്വം, ശാപ്പാടിൻ്റെ ഉത്തരവാദിത്വം ഭീമസേനെ കൊടുത്തേ. പാകത്തിലാണ് പാകം ചെയ്യുക. നല്ല സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കും, ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും, ആൾക്കാർക്ക് കൊടുക്കാനും ഇഷ്ടമാകും. ഇപ്പം എപ്പോൾ വന്നാലും ശാപ്പാടുണ്ടാവും അവിടെ. ദാനം കൊടുക്കണം. ബ്രാഹ്മണർക്ക് കൈ നിറച്ച് ദക്ഷിണ കിട്ടിയാലല്ലേ സന്തോഷമാവുക. ഭക്ഷണം മാത്രം പോരാ, ദക്ഷിണയും വേണം. അപ്പോൾ ധാരാളം വാരി കൊടുക്കാൻ സന്തോഷമാണ് കർണന് ദാനം കൊടുക്കാൻ വെച്ചു. കലവറക്കാരൻ പിശുക്കനായ പറ്റുമോ? ധാരാളിയായി ദുര്യോധനെ കലവറയ്ക്കും വെച്ചു. 10 വേണമെന്ന് പറഞ്ഞാൽ 100 കൊടുത്തോളം പറയും. ദുര്യോധനൻ ദുഷ്ടബുദ്ധി കൊണ്ടാണ്. എന്താ? വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം ഖജനാവ് കാലിയാക്കി വെച്ചാൽ നാളെ പച്ചക്കറിയില്ല, അരിയില്ല, അല്ലെങ്കിൽ ദാനം കൊടുക്കാൻ പണമില്ല എന്ന് വന്ന് ഈ യാഗം എങ്ങനെയെങ്കിലും ഒന്ന് വഷളാക്കാൻ വേണ്ടി അയാൾ പണിച്ച പണി 18 നോക്കിയത്. അയാൾ വൈകുന്നേരം ആകുമ്പോൾ കലവറ എല്ലാം കാലിയാക്കി പോവും. രാത്രി എല്ലാവരും കിടന്നാൽ കൃഷ്ണൻ്റെ ഒരു മേൽനോട്ടണ്ടേ. രാവിലെ കലവറ തുറക്കും. അപ്പോൾ ഉണ്ട് ഒഴിഞ്ഞ എല്ലാ പാത്രങ്ങളും നിറഞ്ഞിരിക്കണ്ടാവും. ഈ 18 മാസം യാഗം കഴിയോളം. ഭഗവാനല്ലേ ഭക്തൻ്റെ രക്ഷയിലെ ഏറ്റെടുക്കണേ. അവസാനം എന്തായപ്പോൾ? ഭക്ഷണത്തിനൊരു കുറവില്ല, ദക്ഷിണയ്ക്കൊരു കുറവില്ല, എല്ലാവർക്കും ഇഷ്ടം പോലെ 10, 20 കിട്ടുക, 100 കിട്ടുക. പിന്നെ ആർക്കെങ്കിലും സന്തോഷക്കുറവുണ്ടാവുമോ? ഗംഭീരമായി യാഗമൊക്കെ കഴിഞ്ഞു. എല്ലാവരും വാനോളം പുകഴ്ത്തുക. അപ്പോൾ ആ യാഗത്തിൽ ഏറ്റവും വിശിഷ്ടനായ ഒരാളെ പൂജിക്കണം. അങ്ങനൊരു ചടങ്ങുണ്ട്. ആരെയാണ് പൂജിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പാണ്ഡവന്മാരിൽ ഇളയവനാണെങ്കിലും ജ്ഞാനം കൊണ്ട് വലിയവനാണ് സഹദേവൻ. അദ്ദേഹം പറഞ്ഞു കൃഷ്ണപാദാവനേജനെ, കൃഷ്ണനെ തന്നെയാണ് പൂജിക്കേണ്ടത്. എന്താ കാരണം? ഐതദാത്മ്യമിതം ജഗത്. ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ ഭഗവാൻ തന്നെ കൃഷ്ണനും പ്രപഞ്ചവും വേറെയല്ല. കൃഷ്ണനെ പൂജിച്ച എല്ലാ ദേവന്മാരെയും പൂജിച്ചു, ഈ ലോകത്തെ എല്ലാവരെയും പൂജിച്ചു. ഫലമായി. അപ്പോൾ കുട്ടികളുടെ വാക്ക് കേട്ടാൽ പോരല്ലോ, കാരണവന്മാരോടൊന്ന് ചോദിക്കണമല്ലോ. അല്ലെ, കാരണവന്മാരുടെ അഭിപ്രായം എന്താ അറിയണ്ടേ? അപ്പോൾ അവരിൽ ഏറ്റവും കാരണവരാരാ? ഭീഷ്മരല്ലേ. ഉടനെ ധർമ്മപുത്രൻ ഭീഷ്മരോട് പോയി ചോദിച്ചു, മുത്തശ്ശ, അഗ്രാസനത്തിൽ ആരെയാണ് പൂജിക്കേണ്ടത്? സംശയമില്ല, കൃഷ്ണൻ്റെ ഈശ്വരാവതാരം അറിഞ്ഞ് ആശ്രയിച്ച കൃഷ്ണഭക്തനല്ലേ ഭീഷ്മര്. എന്താ യുധിഷ്ഠിര അങ്ങനെ സംശയം വരാൻ? ശ്രീകൃഷ്ണനുള്ളപ്പോൾ ഇനി ആരെയാന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സർവേശ്വരനല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനെ തന്നെ പൂജിക്കേണ്ടതെന്ന് പറഞ്ഞു. സന്തോഷമായി. അങ്ങനെ ഭഗവാനെ ആ ഗ്രാസനത്തിരുത്തി പാഞ്ചാലിയും ധർമ്മപുത്രനും കൂടി തൻ്റെ ജീവിതത്തിലെ എത്രയോ കാലത്തെ മോഹമാണ് അത് സാധിപ്പിച്ചു തന്ന കൃഷ്ണ ഭഗവാനെ, അവിടുത്തെ കാരുണ്യമാണിതെല്ലാം, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലേ എന്ന് പ്രാർത്ഥിച്ച് പൂജിക്കാൻ നോക്കുമ്പോൾ ഭഗവാന്റെ
കാലുമ്മേ വെള്ളമല്ല വീണേ, കുടുകുടാന്ന് കണ്ണുനീര്, ഭക്തരുടെ കണ്ണുനീര് വീഴുക. കണ്ണു കാണാൻ കഴിയില്ല അവർക്ക്. ഞങ്ങളൊന്നുമില്ലാത്തവർ, നിസ്സാരന്മാർ, അല്പന്മാർ, ഭഗവാനെ ഞങ്ങളെ ഇത്ര കേമന്മാരാക്കി തീർത്ത് അവിടുത്തെ കൃപയല്ലേ പ്രഭു, കൃപാമൂർത്തെ സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് പൂജ ചെയ്യണത്. എന്താ, എല്ലാവരും ഭഗവാനെ പൂഴ്ത്തി, എല്ലാവരും ആ ഭക്തൻ്റെ സൗഭാഗ്യത്തെ വാഴ്ത്തി. ആ സമയത്ത് എല്ലാവരും വാഴ്ത്തുമ്പോൾ ആ ശിശുപാലൻ മാത്രം, കല്യാണം പെണ്ണിന് തട്ടിക്കൊണ്ടു പോയതാണല്ലോ, ശിശുപാലൻ ഇഷ്ടാവില്ലല്ലോ അല്ലേ, രുക്മിണിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ. ശിശുപാലൻ അവിടെ വന്നിട്ട് ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കൃഷ്ണനെ ഇനി പറയാത്ത ചീത്തയില്ല. ഭീമസേനം വന്നു, ആ പ്രഥമൻ അളക്കണത് ഒരു വലിയ കുത്തുചാട്ടമൊക്കെ ആയിട്ട്, നിൻ്റെ കഥ ഞാനിപ്പം കഴിക്കുന്നു പറഞ്ഞു. അർജുനൻ വന്നു അമ്പും വില്ലുമായിട്ട്. ഭഗവാനെ നിന്ദിക്കണത് കേൾക്കാൻ പാടില്ല, ശിക്ഷിക്കണമല്ലോ. അതിന് വേണ്ടി ഓരോരുത്തരും വന്നു. ഭഗവാൻ പറഞ്ഞു, അവൻ എന്നല്ലേ പറയണേ, ആരും നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞു. കാരണം ഭഗവാൻ അറിയാം, ഇവൻ ആഫ്റ്റർ ഓൾ ആരാ, വൈകുണ്ഠത്തിലെ എത്രയോ കാലം എന്നെ സേവിച്ച ജയവിജയന്മാരിൽ ജയനാണേ. അവൻ്റെ അവസാനത്തെ ജന്മാണല്ലോ. അവന് വിദ്വേഷത്തോടല്ലേ എന്നെ ഭരിച്ചിട്ട് എന്നെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതാ അവസാനം ഭഗവാൻ സുദർശനം അയച്ചു. ശിശുപാലനെ വധിച്ചപ്പോഴോ ആ ശിശുപാലൻ്റെ ജീവന് ജ്യോതിസായി ഉയർന്ന് ഭഗവാനെ വിലയിച്ച് സായുജ്യമുക്തി അടഞ്ഞു. അല്ലയോ, ഇങ്ങനെ ഭഗവാന്റെ ഭക്തവാത്സല്യം. ഭഗവാനെ ആശ്രയിച്ചാൽ, ഭഗവാനെ സേവിച്ചാൽ ആ ഭക്തന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് ഭഗവാൻ ഈ രാജസൂയത്തിലൂടെ എല്ലാ രംഗത്തും കാണിച്ചു കൊടുത്തു. മനസ്സിലായോ? അവപ്രസന്നമൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോകണു. എല്ലാവരും പറയാ ഇതുപോലൊരു യാഗം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന്. ഇതൊക്കെ പറയണത് ഈ ദുര്യോധനോടാ. ദുര്യോധന കേട്ടിട്ട് സഹിക്കുക വയ്യ, അസൂയാലുമായുണ്ട്. അതും ആ കഴിഞ്ഞ യാഗം കഴിഞ്ഞ് കൃഷ്ണനെയും ബന്ധുക്കളെയും ദുര്യോധനാദികളെയും നിർബന്ധിച്ച് കുറഞ്ഞ ആളും കൂടി അവിടെ താമസിപ്പിച്ചു. ധർമ്മപുത്രൻ പോകാൻ വരട്ടെ എന്നിട്ട്. ദുര്യോധനൻ ഇവിടെ താമസിക്കാനേ ഇഷ്ടമില്ല. ഒരു ദിവസം യാത്ര പറഞ്ഞ് പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ വലിയ സ്റ്റേജിൽ ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരും എല്ലാവരും പത്നിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അട്ടനും അനിയനും കൂടിയിട്ട് ഇങ്ങനെ വലിയ ഡ്രസ്സൊക്കെ ചെയ്ത് ആയുധമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര പറയാൻ വരിക. അപ്പോൾ ഉണ്ട് ഈ മയനുണ്ടാക്കിയതാണ് ആ സഭാമണ്ഡപേ. അവിടെ വെള്ളം എല്ലായിടത്തും വെള്ളമില്ല തോന്നും, വെള്ളം ഇല്ലാത്തടത്തുണ്ടെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ചില കരവിരുതുണ്ട് അവിടെ. അപ്പോൾ ഒക്കെ അങ്ങനത്തെ ടൈൽസ് ഉണ്ടല്ലേ, അറിയില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കണു. ഇവിടെ എന്താ വല്ല നീന്തൽക്കുളോ? ആ വെള്ളത്തിൽ അടക്കണമായി പതുക്കെ 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 ഡ്രസ്സ് പട്ടൊക്കെ പുടവയൊക്കെ പൊതുക്കിയിട്ട് വന്നു. ഇവിടെ നോക്കുമ്പോൾ വെള്ളമില്ലാത്തടത്ത് മുണ്ടിയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. അവർ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴോ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ നിലയെന്ന് തോന്നി, വെള്ളം ഇല്ലയെന്ന് തോന്നി. അവിടെ എപ്പോഴും അങ്ങോട്ട് വീണു, തവള വെള്ളത്തിൽ വീണ നാന്തനമായി ചാടാൻ തുടങ്ങി. വെള്ളമൊക്കെ കുടിച്ചു, ആകെ അപമാനമായി ഇവരൊക്കെ. ആദ്യം ഭീമൻ ആണ് ചിരിച്ചത്, പിന്നെ പാഞ്ചാലി ഏറ്റെടുത്തു, പിന്നെ ഭഗവാന്റെ ഭാര്യമാരൊക്കെ ചിരിച്ചു. ഇപ്പം ധർമ്മപുത്രൻ പറഞ്ഞു, അരുതരുത്, മാനികളെ അപമാനിച്ച പകരം ചോദിക്കും. അവരൊക്കെ ഭഗവാന്റെ മുഖത്തേക്ക്, കൃഷ്ണൻ്റെ മുഖത്ത്. കൃഷ്ണനോ മൗനം സമ്മതം. എന്താ കാരണം? ഭഗവാൻ വിചാരിച്ചു ഭാരത യുദ്ധത്തിനുള്ള ഒരു വിത്ത് പാവലായിക്കോട്ടെ എന്ന്. എന്താ, ഈ പാഞ്ചാലിയുടെ ചിരിയാണ് ദുര്യോധനെ വല്ലാതെ മാനഭംഗപ്പെടുത്തിയത്, വല്ലാതെ ഉള്ളിക്കൊള്ളിച്ചത്. അതാണ് നിങ്ങളുടെ കഥ കഴിച്ചിട്ട് ഒക്കെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് പോയി. ശകുനിയമ്മാവനെ കൊണ്ടുപിടിച്ച് കള്ളച്ചു നടത്താൻ വേണ്ടി ഇവരെ വിളിച്ചു. അതിലൊക്കെ പണയം വെച്ചു. ആ ദേഷ്യത്തിന് പാഞ്ചാലിയുടെ തലമുടി പിടിച്ച് വലിച്ച് വസ്ത്രാക്ഷേപമൊക്കെ ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ അത് കഴിഞ്ഞ് അവർ വനവാസം, അജ്ഞാതവാസം ഒക്കെ കഴിഞ്ഞു വന്നു. അവർക്ക് അവകാശപ്പെട്ട രാജ്യം അത് കൊടുത്തില്ല. അവസാനം ഭാരത യുദ്ധം വേണ്ടി വന്നു. അതൊന്നും ഇപ്പോൾ ഭാഗവതത്തിൽ വിസ്തരിക്കണില്ല. ഭാരതം വേറൊരു വിഷയമാണ്.